ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയ ഗൈസ്, അവനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇങ്ങനെ വ്ളോഗ് ചെയ്ത് നടക്കാൻ അവന് ഭയങ്കര നാണമാണ്. എന്നെ അവനെ അറിയില്ല. സോ നമ്മളിപ്പോൾ നാട്ടിലാണല്ലോ, അപ്പോൾ നമുക്ക് നാട്ടിൽ കുറച്ച് പരിപാടിയും ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ കസിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ അത് കൂടാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. ഇന്നല്ല, നാളെയാണ് കല്യാണം. ഇന്ന് തലേ ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ പോവാണ് പുടവ കൊടുക്കാൻ വേണ്ടി. സോ അവരെല്ലാവരും സെറ്റും കൊണ്ടാണ്, ഞാൻ ജസ്റ്റ് ഈ ഒരു കുർത്തി മാത്രമാണ് എടുത്തേക്കുന്നത്. എല്ലാവരും പോയി, അപ്പുറത്തെ വീട്ടിലുണ്ട്, അപ്പുറത്തുണ്ട്. നമ്മൾ കുറച്ച് നേരം കഴിയുമ്പം പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും. അല്ല ചിഞ്ചു? സോ നമുക്ക് പോവാം. എൻ്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് എനിക്കിപ്പോൾ ഇതൊന്നും വലിയ മൈൻഡൊന്നും ഇല്ല. ഇനി ആരെവിടെ കല്യാണം കഴിച്ചിരിക്കില്ല. നമ്മൾ ഓൾറെഡി ഒന്ന് ഓടിയായിരുന്നു അല്ലേ ഗൈസ്? ഗൈസ് ഒരു ഹായ് പറയൂ. ഇതാരാ? KR അല്ലേ? ഇത് KR അല്ലേ? ഇതാണ് കല്യാണ പയ്യൻ. സേ ഹായ്. ഹലോ മനോജ് കൊച്ചു. ഹായ്. ഇവിടെ ആരൊക്കെ ഇരിക്കുന്ന? എടുത്തല്ലോ, ഇത് ഫോട്ടോ അല്ല വീഡിയോ. മനോജ് എപ്പോഴാ വന്നേ? ആരിവിടെ? ഹായ്. റെഡിയാ നിങ്ങള്? സെറ്റും മുണ്ടും അല്ലായിരുന്നോ നിങ്ങള്? സിന്ധമ്മ സംസാരിക്കും. സിന്ധമ്മ ലിപ്സ്റ്റിക് കിട്ടില്ലല്ലേ? അയ്യോ, ഞാൻ ലിപ്സ്റ്റിക് കൊണ്ടുവന്നില്ല. നിങ്ങൾ സെറ്റും മുണ്ടും അല്ലായിരുന്നു ശ്രദ്ധിച്ചിട്ട്? ഇത് കല്യാണ പയ്യന്റെ ചിറ്റയാണ്. ഇതാണ് നമ്മുടെ കല്യാണ പയ്യൻ. എടാ, എന്നാ ഉണ്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും പറയാനില്ല. നാളെ ഞങ്ങൾ പൊളിക്കും കെട്ടി. ടെൻഷൻ ഉണ്ടോ? നോ ടെൻഷൻ. നോ ടെൻഷൻ. ആതിരനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ്. എക്സൈറ്റ്മെന്റ് ഇല്ല എന്നാണ് പറയുന്നത്. ആണോ? വൈ? കൈ വിറയ്ക്കുന്നുണ്ട്. ശരി കേട്ടോ, ഇച്ചിരി വിറയ്ക്കുന്നൊക്കെ ഉണ്ട്. കൊള്ളാം ഷർട്ട്. അപ്പൊ ഗൈസ് നമ്മള് നമ്മൾ ഇനി ഇവിടുന്ന് ആതിരയുടെ വീട്ടിലാണ് പോകുന്നത്. ആതിരയാണ് നമ്മുടെ ബ്രൈഡ്. ആൻഡ് ഇവരുടെ ലവ് മാരേജ് ആണ്. പരസ്യമായ രഹസ്യമല്ലടാ അത്. സോ ഗൈസ്, ആതിരയുടെ വീട്ടിലാണ് നമ്മൾ പോകാൻ പോണേ. ആതിരയുടെ നാത്തൂൻ ശ്രീ ചേച്ചി ഇവിടുന്ന് റെഡി ആവാൻ വേണ്ടി പോയിക്കോണം. ഇതായിട്ടും വന്നിട്ടില്ല. ബട്ട് ഞങ്ങളൊക്കെ റെഡിയായി വന്നു. നമുക്ക് കാണാം ഇനി നെക്സ്റ്റ്. ഓക്കെ, ഞാൻ കാണിക്കാം. സോ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ, ഒരാൾക്ക് വേണ്ടി. അയാളാണ് മെയിൻ. ഓക്കെ, ബിക്കോസ് അയാളാണ് പുടവ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് എൻ്റെ ചേച്ചി പാർലറിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് സാരിയൊക്കെ കൊടുത്ത് വരുന്നതാണ്. ബിക്കോസ് ചേച്ചിയാണല്ലോ മിനിങ് അവിടെ നിൽക്കേണ്ടത്. ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്, അജു ചേട്ടനാണ് കൂടെ വരുന്നത് കേട്ടോ. ഹായ് അജു ചേട്ടാ, സേ ഹായ് ടു മൈ വ്ളോഗ്. ശ്രീ ചേച്ചി ഇങ്ങനെ ഒരുങ്ങി വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഷോക്ക്ഡായിരുന്നു. സിന്ധുവമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ശ്രീ ചേച്ചിനെ നോക്കിയത്. ബിക്കോസ് ഞങ്ങളെല്ലാവരും ഷോക്ക്ഡായിരുന്നു. ചേച്ചീനെ കുറേ നാൾ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മേക്ക് ഓവറൊക്കെ ചെയ്ത് കണ്ടു കേട്ടോ. അത് കാഴ്ചേ ചെറുക്കൻ്റെ പെങ്ങളല്ലേ? ഞാൻ ബാക്കിലേക്ക് നിന്ന് ഞാൻ നോക്കട്ടെ, സ്കാൻ ചെയ്യട്ടെ. ഓ മൈ ഗോഡ്. സാരി എവിടെ നിന്നാണ്? ജയലക്ഷ്മി. മേക്കപ്പ് എത്ര നേരം എടുത്തു? കൊള്ളാം, നല്ല രസമുണ്ട്. സൈഡ് കഴിഞ്ഞ് ഒന്ന് പോസ് ചെയ്തേ. ജയലക്ഷ്മി തുമ്പ് പോസ് ചെയ്യേ. കൊള്ളാടി, മുടിയൊക്കെ നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എക്സൈറ്റഡ് ആണോ കല്യാണത്തിന്? നാത്തുമ്പോര് എടുക്കാൻ റെഡിയാണോ? അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് കല്യാണ പെണ്ണിന് കൊടുക്കാനുള്ള പെട്ടി റെഡിയാക്കാം. അതിൽ എന്തൊക്കെയാ ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ പെട്ടി റെഡിയാണ്. മുല്ലപ്പൂ ഇത് മേടിച്ചത്, ശ്രീമോള് മേടിച്ചത്. ഇത് പൊട്ടിക്ക്. ഇതെന്തിനാ ഇത് പൊട്ടിച്ച് വെക്കാം? പക്ഷെ ഇത് കാണാൻ ലുക്കില്ല സിന്ധുവമ്മേ, അതുകൊണ്ടാണ്. ഒന്ന് തുറന്നു കാണിക്കുമോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്? ചെരുപ്പായിരുന്നോ? അയ്യോ, ഞാനെടുത്ത സാരി. സാരി എവിടെ?
സാരി സെപ്പറേറ്റ് ആണോ? സാരി ഒക്കെ മടക്കി വെച്ചേക്കാം, നാളെ കാണാം. അവിടെ ചെല്ലുമ്പോൾ കൊടുക്കുമ്പോൾ കാണാം. അങ്ങനെ കണ്ടാൽ പോലെ എനിക്കിപ്പൊ കാണണ്ട, ഇതിനകത്ത് സാരി ഉണ്ടോന്ന് ചോദിച്ചാ ഞാൻ. സാരി ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടും കേട്ടോ. ഇടും. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ മോളോട്ടോ. അപ്പോൾ കൊച്ച് ഉറങ്ങി എണീറ്റപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇനി സമയമായി നമുക്ക് പോവാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ എന്ന് വെച്ചാൽ പെരും മഴ. എല്ലാവർക്കും ഇത് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, നാളത്തെ ദിവസം കല്യാണ ദിവസം മഴ ഉണ്ടാവരുതേന്ന്. ആൻഡ് പുടവ കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പേര് മാത്രമേ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകത്തുള്ളൂ. സോ എല്ലാവരും ജസ്റ്റ് അവിടെ വന്ന് ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, നമ്മൾ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ റെഡി ആയിട്ട്. ഡ്രൈവർ മനോജിന്റെ കൂടെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ? അതെ, പല സ്ഥലത്തും പല സിസ്റ്റമാണ്. വിച്ച് മീൻസ് എന്താ, ചില സ്ഥലത്ത് പുട കൊടുക്കാൻ വേണ്ടി ചെറുക്കനും പോവാം, പോണേന് കുഴപ്പമൊന്നുമില്ല അല്ലേ സ്മിത ആൻറ്റി? ചെറുക്കനും വരായിരുന്നു. ഉണ്ണി ചെറുക്കനെ ഉണ്ണിനെ വിളിക്കും. മനു ഇവിടെ എല്ലാവരും ഇല്ലേ അല്ലേ? ചെറുക്കനും വരണം, ചെറുക്കൻ വേണം ആക്ച്വലി പുട കൊടുക്കാൻ എന്നാണ് എൻ്റെ ഒരു ഇത്. സത്യത്തിൽ നാളെ നല്ല കുറേ കല്യാണമുണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം പിള്ളേർക്ക് എല്ലാവർക്കും ഓണപ്പരീക്ഷ തുടങ്ങുക. അതുകൊണ്ട് പൊന്നൂനൊന്നും വരാൻ പറ്റത്തില്ല, വൈകുന്നേരമൊക്കെ റിസപ്ഷനേ വരത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് തിരുവനന്തപുരം വരെ പോണോ? അതിച്ചിരി കൂടുതലല്ലേ? ഞങ്ങള് പെണ്ണിന്റെ വീട് എത്തി. പെണ്ണിന്റെ വീട് വളരെ അടുത്തായതുകൊണ്ട് നമ്മൾ 2 മിനിറ്റ് പോലും എടുത്തില്ലല്ലേ, പെട്ടെന്ന് എത്തി. പക്ഷെ നല്ല മഴയാ, ഭയങ്കര മഴ. എന്റെ പൊന്നെ എന്ത് മഴ ഇത്! അങ്ങനെ ഞങ്ങൾ വലിയ പാടൊന്നും പെട്ടില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് പേരെ വന്നത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആൻഡ് ദാറ്റ്സ് ഓഫ് ബ്രൈഡ് ആതിര. എന്ത് രസമല്ലേ, നല്ല രസമുണ്ടായിരുന്നു സാരിയൊക്കെ കൊടുത്ത് അവിടെ നിൽക്കുന്നത് കാണാൻ. ഞങ്ങൾ ചെന്ന് കയറി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആതിരയുടെ വീട്ടിൽ പോയത്. ഇപ്പോഴാണ് ആക്ച്വലി ഞാൻ സാരി കണ്ടത്. ഒരു ക്യാരറ്റ് കളർ എന്ന് വേണേൽ പറയാം, ബട്ട് ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ വേറെ ഒരു ഡിഫറെൻറ്റ് കളറാണ്. ഞാനും ചേച്ചിയും കൂടെ കുറച്ച് പൂവൊക്കെ അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ച്. പൂ കൊണ്ടെത്തുന്ന ആക്ച്വലി അത്ര ശരിയല്ലായിരുന്നു ഗൈസ്. മുല്ലപ്പൂ ഇച്ചിരി ഒന്നും പഴയതായ പോലെ എനിക്ക് തോന്നി. ബട്ട് നമ്മളെല്ലാം മേടിച്ചത് ആരോ വാങ്ങിക്കൊണ്ട് കൊടുത്തതാണ്. സോ അതും ആരും അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ അങ്ങനെ ചെറിയ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു സമയത്ത് എനിക്ക് എൻ്റെ കല്യാണത്തിൻ്റെ മൊമെൻറ്റ്സ് ആണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓർക്കുമായിരുന്നു. അങ്ങനെ ആതിരയുടെ കൂടെ ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. മേക്കപ്പൊക്കെ അവളുടെ നല്ലതായിരുന്നു. അവൾ നല്ല അടിപൊളിയായിട്ട് ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ കേക്ക് കട്ടിങ്, ചെറിയ കേക്ക് കട്ടിങ്. അതൊരു സർപ്രൈസ് ആയിരുന്നു. അതായത് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, നമ്മൾ ആരും അറിഞ്ഞില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. സോ നാളെ എനിക്കറിയത്തില്ല കല്യാണം ഞാൻ എത്രമാത്രം വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം സത്യം പറയാമല്ലോ, കല്യാണം എന്ന് പറയുമ്പോൾ നമ്മളും കൂടെ അത് കാണുവാണ്, നമ്മളും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഒന്നല്ലെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കാനോ കണ്ടൻറ് എടുക്കാനോ ആരെങ്കിലും ഒരു ക്യാമറാമാനെ പോലെ ആരെങ്കിലും എൻ്റെ പുറകെ നടക്കണം. പക്ഷെ അത് പോസിബിൾ അല്ല. ബിക്കോസ് എൻ്റെ കസിൻസ് ആണെങ്കിലും എൻ്റെ അനിയന്മാരൊക്കെ ആണെങ്കിലും അവരെ ഏൽപ്പിക്കാം, പക്ഷെ അവർ ഓരോരോ ഓട്ടം തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ. സോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. മറ്റേ കല്യാണത്തിൻ്റെ വ്ളോഗ് എത്രമാത്രം ഒരു വ്ളോഗായിട്ട് എനിക്ക് ഇറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ കുറേ പേര് ഇങ്ങനത്തെ ഫങ്ഷൻസൊക്കെ എന്നെ പോകുമ്പം ഒത്തിരി പേര് എന്നെ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. ഒത്തിരി പേര് ആ വീഡിയോസും ഷോർട്സും ഒക്കെ കാണാറുണ്ടെന്ന് പറയാറുണ്ട്. അതിൽ മെജോറിറ്റി, അതായത് ഞാൻ സംസാരിക്കാറ് പോലും ഇല്ലാത്ത എൻ്റെ റിലേറ്റീവ്സൊക്കെ എന്നോട് വന്ന് സംസാരിച്ചു ഇന്ന്. അതൊരു വളരെ എനിക്ക് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ എല്ലാ റിലേറ്റീവ്സിനോടും നമ്മൾ മിണ്ടണം എന്നൊന്നും ഇല്ലല്ലോ. നമുക്ക് ചിലപ്പോൾ എല്ലാവരെയും പരിചയം ഉണ്ടാവത്തില്ല. അപ്പം അവരെവരെയും കണ്ടിട്ട് എന്നെ വളരെയധികം എന്നോട് പരിചയമുള്ള രീതിയിലാണ് അവർ വന്ന് എന്നോട് സംസാരിക്കുന്നത്. കാരണം നമ്മൾ ഇടുന്ന വീഡിയോസും ഷോർട്സിലും കൂടെ അവർക്ക് നമ്മളെ പരിചയമായി എന്ന് വേണം, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ എൻ്റെ വീട്ടിലുള്ള, അതായത് ഇപ്പം എൻ്റെ നാത്തൂൻ, എൻ്റെ അപ്പു, അമ്മ, അവരെയൊക്കെ പറ്റി കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് അന്വേഷിക്കുന്നു. അതായത് നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യം അന്വേഷിക്കണ പോലെ അവർ വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കണം. അത് ഈ ഒരു ചാനൽ തുടങ്ങി എല്ലാവരും നമ്മൾ എൻ്റെ വീഡിയോസിൽ വരുന്നവരുമായിട്ടൊരു വീഡിയോ ത്രൂ നമ്മൾ ഒരു പരിചയമാവത്തില്ലേ, അതുപോലെയാണ് അവർ സംസാരിക്കുന്നത്. സോ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ.
ഇവിടെ നമ്മുടെ ഐ മീൻ ലൈക്ക് നമ്മുടെ നാട്ടിലെ തന്നെ പിള്ളേർ, എനിക്കങ്ങനെ ഈ നാട്ടിലെല്ലാവരും ഒന്നും പരിചയമില്ല, പക്ഷെ അവരൊക്കെ വന്ന് എന്നോട് ചോദിക്കുന്നു. 1-2 പേര് അങ്ങനെ ഒരു 2 പെൺപിള്ളേർ വന്ന് എന്നോട് ചോദിച്ചു, ചേച്ചി എപ്പോഴാണ് വന്നേ, വീഡിയോസും ഷോർട്സും കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഇവർക്ക് അങ്ങനെയാണ് പരിചയം. അപ്പോൾ അവർ ഇന്ന സ്ഥലത്ത് താമസിക്കണവരാന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയാം ഓക്കെ, പരിചയപ്പെട്ടതിൽ സന്തോഷം. നമ്മൾ ഒത്തിരി വലിയ ചാനലൊന്നും അല്ല, പക്ഷെ എന്നാലും ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ കല്യാണമാണ്. സോ നാളെ നമുക്ക് കാണാം. നാളത്തെ ഒരു വ്ളോഗുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, ബൈ. ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടും കേട്ടോ. ഇതൊന്നും ഇടരുത്. ഇടും.